ഗോപിയുടെ പേരിൽ എഴുതി വെച്ചു. കയ്യിലുണ്ടായിരുന്ന പണത്തിന് വിലപിടിപ്പുള്ള രത്നങ്ങൾ വാങ്ങി. ആ രത്നങ്ങൾ എവിടെയാണെന്ന് ഇപ്പോഴും എനിക്കറിയില്ല. ഇതിനിടയിൽ മേനോൻ എങ്ങനെയോ മരണപ്പെട്ടു. എന്തെല്ലാം ബുദ്ധി പ്രയോഗിച്ചിട്ടും അച്ഛൻ കേസിൽ പ്രതിയായി. ഞാൻ വക്കീലിനെ കണ്ടു. കേസിന്റെ നില നമുക്ക് അനുകൂലമല്ല. എങ്കിലും അയാൾ പരമാവധി ശ്രമിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അയാളൊരു ഭയങ്കര അത്യാഗ്രഹിയാണ്. വക്കീൽ ഫീസായിട്ട് 50,000 രൂപ ചോദിക്കുന്നു. എല്ലാം നഷ്ടപ്പെട്ടാലും വേണ്ടില്ല, എങ്ങനെയെങ്കിലും അച്ഛനെ രക്ഷപ്പെടുത്തണം. ഞങ്ങളുടെ അച്ഛൻ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കണം. വക്കീലിനെ കാണാൻ കൂടെ കൂടെ എറണാകുളത്തേക്ക് പോകേണ്ടി വരും. എല്ലാം ഗോപി നോക്കിയച്ചാ മതി. ഗോപി എനിക്ക് വിശ്വാസമാണ്. അതെനിക്കറിയാം. ഈ മുദ്രപത്രത്തിൽ ഒന്ന് ഒപ്പിട്ടേക്കും. കേസിന്റെ ആവശ്യത്തിലേക്കാണ്. അങ്ങനെ ജാമ്യത്തിലിറങ്ങിയ അച്ഛൻ കേസ് തീരുന്നതിന് മുമ്പ് മരിച്ചു. ആ മരണത്തെപ്പറ്റി ഇന്നും എനിക്ക് സംശയമുണ്ട്. ഏറെ താമസിയാതെ ഹോട്ടലും സ്വത്തുക്കളും ഗോപിയുടെ കയ്യിലായി. വാസുവിൽ നിന്ന് എന്തെങ്കിലും സഹായം കിട്ടുമെന്ന് രാധിക പ്രതീക്ഷിച്ചു. അതിനുവേണ്ടി അകലെ അവൻ താമസിച്ചിരുന്ന ഹോട്ടലിലേക്ക് രാധിക ഒരു ദിവസം പോയി. കഴിക്കാൻ എന്തെങ്കിലും കിട്ടുമോ? എനിക്ക് മാത്രമേ ഈ സമയത്ത് സപ്ലൈ ചെയ്യാനുള്ളൂ. നിങ്ങളൊരു ഹാഫ് ബോട്ടിൽ ബ്രാൻഡി കൊണ്ടുവരും. ബ്രാൻഡിയോ? എന്തിനാ? രാധികേ, നിനക്ക് അല്പം പനിയുണ്ട്. ഒരു ഔൺസ് ബ്രാൻഡ് കഴിച്ചുകൊണ്ട് കിടന്നാൽ സുഖമായിട്ട് ഉറങ്ങാം. രാവിലെ എണീക്കുമ്പോൾ പനി വിട്ടിരിക്കും. എനിക്ക് വേണ്ട, ഞാൻ അതൊന്നും കഴിച്ച് ശീലിച്ചിട്ടില്ല. മദ്യമായിട്ടല്ല, ഒരു മരുന്നായിട്ട് കഴിക്കാനാണ് ഞാൻ പറയുന്നത്. എന്തായിട്ടാണെങ്കിലും എനിക്ക് വേണ്ട. എങ്കിൽ ശരി, ഞാൻ പോയി കൂൾ ഡ്രിങ്ക്സ് പറഞ്ഞിട്ട് വരാം. കഴിക്കും. ഇനിയും സംശയമോ? അത് പൈനാപ്പിൾ ജ്യൂസാണ്. കഴിച്ചാട്ടെ. ഇനി ഇങ്ങോട്ട് കിടന്നാ കിടക്കുള്ളൂ. വേണമെന്ന് കരുതി ചെയ്തതല്ല. ഏതായാലും സംഭവിച്ചു പോയി. വിഡ്ഢിത്തം പറയാതെ ഇങ്ങനെയൊന്നും സംഭവിച്ചെന്ന് വെച്ച് ജീവിതം നശിക്കുക. അങ്ങനെയാണെങ്കിൽ നശിക്കാത്ത ജീവിതമേ ഈ ഭൂമിയിൽ. കഴിഞ്ഞത് കഴിഞ്ഞു. നോക്കൂ, എന്നെ വിവാഹം കഴിക്കുമോ? വിവാഹം എന്ന് പറയുന്നത് വെറും ഒരു ചടങ്ങ് മാത്രമാണ് ഗാന്ധി. മനസ്സുകൊണ്ട് നിന്നെ ഞാൻ എന്റെ ഭാര്യയായി എന്നെ സ്വീകരിച്ചു കഴിഞ്ഞു. സത്യമാണ് നിങ്ങൾ പറയുന്നത്. എന്നെ വിശ്വസിക്കൂ. വിവാഹം നാളെ തന്നെ രജിസ്റ്റർ ചെയ്യാം. പക്ഷേ അതിനു മുമ്പ് എന്താണ് പറയൂ. നീ ഒന്ന് ആലോചിച്ച് നോക്കൂ. നിന്റെ അച്ഛൻ കാരണം ആ ഗോപി വലിയൊരു പണക്കാരനായി.
അവനൊരു സ്റ്റാർ ഹോട്ടലിന്റെ ഉടമസ്ഥനാണ്. പക്ഷെ എന്റെ സ്ഥിതി നീ ഒന്ന് മനസ്സ് വെച്ചാൽ എനിക്ക് ആ നിലയിലെത്താം. എന്താ നിങ്ങൾ ഈ പറയുന്നതിന്റെ അർത്ഥം? മനസ്സിലായില്ലേ? നീ എനിക്ക് വേണ്ടി എന്റെ 2-3 സുഹൃത്തുക്കളെ ഒന്ന്. നീ എന്നെ വേശിയാക്കിയിട്ട് സ്വയം സിമ്പിളായി ജീവിക്കാൻ നോക്കുകയാണല്ലേ? യതീന്ദ്രനാഥിന്റെ മോളുടെ ചെരുപ്പ് പോലെ വ്യവഹാരത്തിന് കൂട്ടു നിൽക്കുന്ന പട്ടി. ഇനി കരഞ്ഞിട്ടെന്താണ് ഫലം? വളരെ താമസിച്ചു പോയി. രാധികെ, നീ എന്നോടെല്ലാം നേരത്തെ തുറന്നു പറയണമായിരുന്നു. എനിക്ക് ധൈര്യമുണ്ടായില്ല. അറിയാതെയാണെങ്കിലും അത്രയ്ക്ക് കടുത്ത തെറ്റല്ലേ ഞാൻ ചെയ്തത്. എനിക്ക് നിന്നോടുള്ള സ്നേഹത്തിന് അതിരുകളില്ല അനിയത്തി. നിന്റെ നന്മകളെ മാത്രമല്ല, നിന്റെ തിന്മകളെയും ഞാൻ സ്നേഹിക്കുന്നു. എന്നെ കൊന്നുകളയ ചേച്ചി. ഞാനിനി എന്തിന് ജീവിക്കണം? നീ ജീവിക്കണം. നീ മാത്രമാണ് എന്റെ ജീവിതത്തിൽ ഇനി ഒരേ ഒരു പ്രതീക്ഷ. ഞാൻ ജീവിച്ചിരിക്കുന്നു എന്നുള്ളതിന്റെ തെളിവായിരിക്കണം നിന്റെ ജീവിതം. ചേച്ചി, കരയാതെ. നിനക്കൊന്നും സംഭവിച്ചിട്ടില്ലെന്ന് വിചാരിക്കും. ഇനി സംഭവിക്കാനൊന്നും ബാക്കിയില്ലല്ലോ ചേച്ചി. നീ പ്രസവിക്കും. ആ കുഞ്ഞ് എന്റെ കുഞ്ഞാണെന്ന് ഞാൻ ലോകത്തോട് പറയും. നിന്നെ കോളേജിൽ വിട്ട് പഠിപ്പിക്കും. പഠിച്ചു മിടുക്കിയായി നീ വലിയ നിലയിലെത്തും. അതാണ് ഇനിയത്തെ എന്റെ സ്വപ്നം ചേച്ചി.